21ാം നൂറ്റാണ്ടിലെ കാൽ നൂറ്റാണ്ട് അതിന്റെ അവസാന വർഷത്തിലേക്കാണ്. കഴിഞ്ഞ 100 വർഷമായി മനുഷ്യൻ പറഞ്ഞുകൊണ്ടേയിരുന്നത് ഒരു വലിയ നുണയായിരുന്നുവെന്ന തിരിച്ചറിവാണ് കഴിഞ്ഞ 25 വർഷത്തെ ഏറ്റവും വലിയ നീക്കിബാക്കി. ജനസംഖ്യാ വളർച്ച നിയന്ത്രിച്ചില്ലെങ്കിൽ മനുഷ്യനെ താങ്ങാൻ ഭൂമിക്ക് ആവതില്ലെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് സത്യമായിരുന്നില്ല എന്നാണ് ആ തിരിച്ചറിവ്. മാത്രമല്ല, പ്രായമായവരുടെ എണ്ണം കൂടുന്നത് സമൂഹത്തെ വൃദ്ധമന്ദിരമാക്കും എന്ന പ്രചാരണവും സത്യമല്ല എന്ന് മനുഷ്യൻ തിരിച്ചറിയുകയാണ്. സത്യം പറയട്ടെ ആരംഭിക്കുന്നു. ലോകം വീണ്ടും പറയുന്നു, ആകാശത്തിലെ നക്ഷത്രങ്ങൾ പോലെയും ഭൂമിയിലെ മണൽത്തരികൾ പോലെയും സന്തതികൾ ഉണ്ടാകട്ടെ. കഴിഞ്ഞ 5 നൂറ്റാണ്ടെങ്കിലുമായി ലോക രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പേടി ജനസംഖ്യാ വർധനയായിരുന്നു. ഭക്ഷ്യോൽപാദനത്തെ ജനസംഖ്യാ വർധന മറികടക്കുമെന്ന തോമസ് മാൽത്തൂസിന്റെ പഠനം വന്നതോടെ എങ്ങും കൊടും ഭീതിയായി. പിന്നെ ജനസംഖ്യാ നിയന്ത്രണ നീക്കങ്ങളായി. അനധിവിദൂരമല്ലാത്ത ഭാവിയിൽ മനുഷ്യൻ തന്നെ ഇല്ലാതാകുമെന്നാണ് ഇപ്പോഴത്തെ ഭയം. 3 ലക്ഷം വർഷത്തെ ആയുസ്സേ ഉള്ളൂ ഇന്നത്തെ മനുഷ്യന് ഭൂമിയിലെ ജീവിതം തുടങ്ങിയിട്ട്. ആദ്യത്തെ മനുഷ്യൻ മുതൽ ഇന്ന് വരെയുള്ള കുഞ്ഞു കുട്ടി വരെയുള്ളവരുടെ എണ്ണം എടുത്താൽ 10,800 കോടി മനുഷ്യർ ഇവിടെ ജീവിച്ചു. ഇന്ന് 820 കോടി മനുഷ്യരാണ് ഒരേ സമയം ജീവിക്കുന്നത്. 3 ലക്ഷം വർഷത്തിനിടെ ആകെ ജനിച്ച മനുഷ്യരുടെ 7% ഇപ്പോൾ ജീവിക്കുന്നുവെന്ന് അർത്ഥം. അതിൽ ഉൾപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. ഇപ്പോഴത്തെ ജനസംഖ്യാ വർധനയുടെ സ്ഥിതി വെച്ച് 2080 ആകുമ്പോഴേക്കും മനുഷ്യരുടെ എണ്ണം 1000 കോടിയാകാം. ഇപ്പോൾ തന്നെ ആഗോള ജനസംഖ്യയുടെ 70% കഷ്ടപ്പാടിലാണ്. ഏത് അനധികൃത മാർഗം സ്വീകരിച്ചും അമേരിക്കയിലേക്കും ബ്രിട്ടനിലേക്കും കുടിയേറാൻ ശ്രമിക്കുകയാണ് ദരിദ്ര ഭൂരിപക്ഷം. 1/2 ഡസൻ രാജ്യങ്ങളിലല്ലാതെ ഭേദപ്പെട്ട ജീവിത നിലവാരം നിലവിലില്ല. കോവിഡ് പോലെയോ ആഗോള സാമ്പത്തിക പ്രതിസന്ധി പോലെയോ ഒന്ന് വന്നാൽ എങ്ങനെ ഈ ജനത അതിജീവിക്കും? ജനസംഖ്യാ നിയന്ത്രണമാണ് മാനവരാശിയുടെ അന്തകനാകാൻ പോകുന്നത് എന്നാണ് പുതിയ കണ്ടെത്തൽ. വൈദ്യശാസ്ത്രവും വിവരസാങ്കേതിക വിദ്യയും വളർന്നപ്പോൾ 75 വയസ്സ് വരെ ആരോഗ്യമുള്ള മനുഷ്യരാണ് ഇനി ഉണ്ടാവുക. ആ പ്രായം വരെ അധ്വാനിക്കാൻ കഴിയുന്നവരായിരിക്കും ഇനിയുള്ള തലമുറ. ശരിക്കുള്ള വാർദ്ധക്യം 75 വയസ്സിന് ശേഷമാണ് ആരംഭിക്കുക. ജനന നിരക്ക് ഇപ്പോഴുള്ള നിലയിൽ തുടർന്നാൽ മനുഷ്യരുടെ സ്ഥിതി അതിദയനീയമാകും. വൃദ്ധർ ബഹുഭൂരിപക്ഷമാകുന്ന സമൂഹം പതിയെ നാമാവശേഷമാകാം. യൂറോപ്പിലും ജപ്പാനിലും ദക്ഷിണ കൊറിയയിലുമൊക്കെ വലിയൊരു വംശം തന്നെ 100 വർഷത്തിനുള്ളിൽ നാമമാത്രമാകും. ഈ സ്ഥിതി ഒഴിവാക്കാൻ ജനസംഖ്യാ വർധനയാണ് പോംവഴി. ജനസംഖ്യ കൂടിയാൽ എങ്ങനെ എല്ലാവർക്കും വിഭവങ്ങൾ എത്തിക്കും? ഇപ്പോൾ തന്നെ പരിമിത വിഭവരാണ് മനുഷ്യർ. എവിടെയാണ് തൊഴിൽ? എവിടെയാണ് ഭക്ഷണം? ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന ചെറിയ കുടുംബസങ്കല്പമൊക്കെ മാറ്റുക എളുപ്പമാണോ? പോയ നൂറ്റാണ്ടിൽ ലോകം പുരോഗമിച്ചതിന് ഏക കാരണം ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് കണ്ട ഭാവനകളാണ്. 4 പേർ കയറിയിരുന്ന വിമാനത്തിൽ നിന്ന് 853 പേർക്ക് സഞ്ചരിക്കാവുന്ന വിമാനങ്ങളുണ്ടായി. മണിക്കൂറിൽ 60 കിലോമീറ്റർ വേഗത്തിൽ ഓടിയിരുന്ന ട്രെയിനുകളിൽ നിന്ന് 300 കിലോമീറ്റർ വേഗത്തിൽ ഓടുന്നവ പിറവിയെടുത്തു. അംബാസിഡറും പ്രീമിയർ പത്മിനിയും മാത്രമുണ്ടായിരുന്ന ഇന്ത്യയിൽ പോയ നൂറ്റാണ്ടിന്റെ അവസാനമാണ് 2 ഡസൻ കാറുകൾ ഒന്നിച്ചെത്തിയത്. ലോകത്ത് ഫോണുകൾ ഉണ്ടായതും ഇപ്പോൾ സർവസജ്ജമായി AI നിലയുറപ്പിക്കുന്നതുമെല്ലാം ജനസംഖ്യ കൂടുന്നതിനനുസരിച്ച് നടത്തിയ തയ്യാറെടുപ്പുകളുടെ കൂടി ഫലമാണ്. ജനസംഖ്യ കൂടുന്നില്ല എന്നാൽ വ്യാവസായിക വളർച്ച ഇല്ലാതാകുന്നുവെന്നാണ് അർത്ഥം. ഇതുവരെ ജനസംഖ്യ കൂടിയാൽ എങ്ങനെ ജീവിക്കുമെന്നായിരുന്നു ഭയമെങ്കിൽ ഇനി ജനസംഖ്യ കുറഞ്ഞാൽ എങ്ങനെ അതിജീവിക്കുമെന്നാണ്. ജനസംഖ്യ കൂടാത്ത രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ സമാധാനമല്ല, മരവിപ്പും മാനസിക പിരിമുറുക്കവുമാണ്. ജനസംഖ്യാ നിയന്ത്രണത്തിന്റെ ഏറ്റവും വലിയ തിരിച്ചടി പ്രത്യുൽപാദന നിരക്കിലാണ് ഉണ്ടായത്. ജനസംഖ്യ നിയന്ത്രിക്കണമെങ്കിൽ ഒരു ദമ്പതികൾക്ക് അതിജീവന ശേഷിയുള്ള 2 കുട്ടികൾ ഉണ്ടാകണം. അതിലൊന്ന് പെൺകുട്ടിയും ആയിരിക്കണം. അത്തരമൊരു സാഹചര്യത്തിൽ മാത്രമേ ജനസംഖ്യ കുറയാതെ നിൽക്കൂ. ഓരോ സ്ത്രീക്കും പകരം വയ്ക്കാൻ ഓരോ സ്ത്രീ ഉണ്ടാവുകയും എല്ലാവർക്കും 2 കുട്ടികൾ ഉണ്ടാവുകയും അവർ സാധാരണ ആയുഷ്കാലം ജീവിക്കുകയും ചെയ്യണം. ഇങ്ങനെ എല്ലാം തികഞ്ഞു വരാനുള്ള സാധ്യത തന്നെയാണ് ജനസംഖ്യാ നിയന്ത്രണത്തിലൂടെ ഇല്ലാതായത്. 1960-ൽ പോലും ഒരു സ്ത്രീയിൽ നിന്ന് 5 കുട്ടികൾ എന്നായിരുന്നു ശരാശരി. അതിപ്പോൾ ലോകമെങ്ങും 2.4 എന്ന നിലയിലേക്ക് വീണു. ജപ്പാനിലൊക്കെ 1-ൽ താഴെയായി. യൂറോപ്പിൽ 1.6 ആയി. നൈജീരിയ പോലുള്ള രാജ്യങ്ങളിൽ ജനന നിരക്ക് കൂടുതലുണ്ട്. പക്ഷേ അവിടെ മരണനിരക്കും ഉയർന്നു നിൽക്കുന്നു.
വേണ്ടത്ര സാമ്പത്തിക ആരോഗ്യ സംവിധാനങ്ങൾ ഇല്ലാത്തതാണ് കാരണം. ഇതോടെ മാനവരാശിയുടെ അതിജീവനം തന്നെയാണ് താളം തെറ്റിയത്. കൂടുതൽ കുട്ടികൾ ഉണ്ടാകണമെന്ന് ഓരോ മതവിഭാഗങ്ങൾ ഇപ്പോൾ പറയുന്നത് പോലെയല്ല കാര്യങ്ങൾ. ആ ആവശ്യത്തിനു പിന്നിൽ മതങ്ങളുടെ നിലനിൽപ്പ് മാത്രമാണ് വിഷയം. മതങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നതല്ല ഇപ്പോൾ ശാസ്ത്രത്തെ ആശങ്കാകുലരാക്കുന്നത്. മാനവരാശി നിലനിൽക്കുമോ എന്നാണ്. 75 വയസ്സ് വരെ ആരോഗ്യത്തോടെ ജോലി ചെയ്യുന്ന വലിയൊരു തലമുറ, അതിലും വലിപ്പമുള്ള 18-ൽ താഴെ പ്രായമുള്ളവരുടെ കൗമാര സമൂഹം. ഇപ്പോൾ മാതൃകാപരമായി കാണുന്നത് ഇതാണ്. ഇത്രയേറെ മനുഷ്യർ ജീവിക്കാൻ തുടങ്ങുമ്പോൾ കാടുകൾ നശിക്കില്ലേ? പരിസ്ഥിതി താറുമാറാകില്ലേ? ഭക്ഷ്യോത്പാദനത്തിന് ഇപ്പോഴുള്ള കൃഷിയിടങ്ങൾ മതിയാകുമോ? ചോറും കഞ്ഞിയും കഴിച്ചിരുന്നവർ റൊട്ടിയും ബിസ്ക്കറ്റും പരീക്ഷിച്ചതുപോലെ ഒരു മാറ്റം അനിവാര്യമാകുമെന്നാണ് ഉത്തരം. സാമ്പത്തികമായി പുരോഗമിച്ച സമൂഹത്തിലൊക്കെ ഭക്ഷണ രീതി മാറിക്കഴിഞ്ഞു. അത് ദരിദ്ര വിഭാഗങ്ങൾക്കും സാധ്യമാകുന്ന രീതിയിൽ ഭക്ഷ്യോത്പാദനം മാറുന്നതായിരിക്കും അടുത്ത വികസനം. ഗുണമേന്മയുള്ള, പോഷകമൂല്യമുള്ള, വൃത്തിയുള്ള ഭക്ഷണം എല്ലാവർക്കും എന്ന രീതി ഉടലെടുക്കും. ദിവസത്തിന്റെ 1/3 സമയമെങ്കിലും അടുക്കളയിൽ പാഴാക്കുന്നവരാണ് സ്ത്രീകൾ. അത് 15 മിനിറ്റിലേക്ക് വരെ ചുരുങ്ങുമ്പോൾ ക്രിയാത്മകമായ സമയമാണ് ലാഭിക്കുന്നത്. നിലവിൽ 800 കോടിക്ക് മുകളിലുള്ള ജനസംഖ്യ 1000 കോടിയാകാൻ തന്നെ ഇനിയും അരനൂറ്റാണ്ടെടുക്കും. അവരെ ഉൾക്കൊള്ളാൻ ഇപ്പോൾ ഭൂമിയിൽ ഒഴിഞ്ഞുകിടക്കുന്ന കെട്ടിടങ്ങൾ തന്നെ ധാരാളവുമാണ്. 21-ാം നൂറ്റാണ്ടിലെ 1/4 നൂറ്റാണ്ടിനിടെ നിരവധി ശ്രദ്ധേയമായ കാര്യങ്ങൾ സംഭവിച്ചു. ആൻഡ്രോയിഡ് ഫോണുകളും ആപ്പിൾ ഫോണുകളും വന്നു. ഫ്ലാറ്റ് ടെലിവിഷനുകൾ വന്നു. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമിക്കപ്പെട്ടു. അമേരിക്കയും നാറ്റോയും 20 വർഷം ചെന്ന് യുദ്ധം ചെയ്തിട്ടും അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ തന്നെ അധികാരത്തിൽ വന്നു. യുക്രൈൻ പലസ്തീൻ യുദ്ധങ്ങൾ തുടരുന്നു. ആഗോള സാമ്പത്തിക മാന്ദ്യവും ഉണ്ടായി. എന്നാൽ ഇതിലെല്ലാം ശ്രദ്ധേയമായത് ജനസംഖ്യയുടെ കാര്യത്തിലെ ചിന്ത മാറിയതാണ്. കൂടുതൽ കുട്ടികളും കൂടുതൽ ആരോഗ്യമുള്ള വയോധികരും എന്ന നിലയിലേക്ക് ചിന്ത മാറുന്നതാണ് ഈ 1/4 നൂറ്റാണ്ടിനിടെ ഉണ്ടായ ഏറ്റവും വലിയ സത്യം. അത് മാനവരാശിയുടെ നിലനിൽപ്പ് മുന്നിൽ കണ്ടുള്ള തിരുത്താണ്. നമസ്കാരം.